തൊഴിലവസരങ്ങൾ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ കേരള സ്റ്റേറ്റ് ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് അതോറിറ്റിയിലെ ഒഴിവുകളിലേക്കുള്ളതാണ്. വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുൻപ് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും നിങ്ങൾ ലൈക്ക് ചെയ്യാനും മറക്കരുത്. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്യുക. കേരള സ്റ്റേറ്റ് ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് അതോറിറ്റി KSDMA റിക്രൂട്ട്മെൻറ്റ് 2024. ഹസാർഡ് അനലിസ്റ്റ്, സേഫ്റ്റി എഞ്ചിനീയർ, ഫീൽഡ് അസിസ്റ്റൻറ്റ്, സോഷ്യൽ കപ്പാസിറ്റി ബിൽഡിംഗ് സ്പെഷ്യലിസ്റ്റ് തുടങ്ങി വിവിധ ഒഴിവുകളിലേക്കാണ് കേരള സ്റ്റേറ്റ് ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് അതോറിറ്റി ഒഴിവുകൾ പ്രഖ്യാപിച്ചത്. പ്രായപരിധി വരുന്നത് ഹസാർഡ് അനലിസ്റ്റ്, ഓഷിയോഗ്രാഫി, അതുപോലെ ഇൻഫർമേഷൻ ടെക്നോളജി, ഫോറസ്ട്രി ഇതിനെല്ലാം വരുന്നത് 25 വയസ്സ് മുതൽ 35 വയസ്സ് വരെയാണ് പ്രായപരിധി വരുന്നത്. GIS സ്പെഷ്യലിസ്റ്റ് 25 വയസ്സ് മുതൽ 40 വയസ്സ് വരെയും, സേഫ്റ്റി എഞ്ചിനീയർ 25 വയസ്സ് മുതൽ 35 വയസ്സ് വരെയും, ഫീൽഡ് അസിസ്റ്റൻറ്റ് ഇലക്ട്രോണിക്സ് 25 വയസ്സ് മുതൽ 35 വയസ്സ് വരെയും, സോഷ്യൽ കപ്പാസിറ്റി ബിൽഡിംഗ് സ്പെഷ്യലിസ്റ്റ് 25 വയസ്സ് മുതൽ 35 വയസ്സ് വരെയും ആണ് പ്രായപരിധി വരുന്നത്. ശമ്പള സ്കെയിൽ വരുന്നത് ഹസാർഡ് അനലിസ്റ്റ്, ഓഷിയോഗ്രാഫി, ഇൻഫർമേഷൻ ടെക്നോളജി, അതുപോലെ അനലൈസ്ഡ് ഫോറസ്ട്രി ഇതിനെല്ലാം 36,000 രൂപയാണ് സാലറി വരുന്നത്. സേഫ്റ്റി എഞ്ചിനീയർ 36,000 രൂപയാണ്. GIS സ്പെഷ്യലിസ്റ്റ് 29,535 രൂപയാണ് സാലറി വരുന്നത്. പിന്നെ വരുന്നത് ഫീൽഡ് അസിസ്റ്റൻ്റാണ്. 20,065 രൂപയാണ് ഫീൽഡ് അസിസ്റ്റൻറ്റ് വരുന്നത്. സോഷ്യൽ കപ്പാസിറ്റി ബിൽഡിംഗ് സ്പെഷ്യലിസ്റ്റിന് 32,560 രൂപയാണ് ശമ്പള സ്കെയിൽ വരുന്നത്. ഇതിൽ അപേക്ഷ കൊടുക്കുന്നതിന് ആപ്ലിക്കേഷൻ ഫീ കൊടുക്കേണ്ടതില്ല. അതുപോലെ ഇതിൻ്റെ സെലക്ഷൻ പ്രോസസ്സ് വരുന്നത് 3 ഘട്ടമായിട്ടാണ് വരുന്നത്. ഡോക്യുമെൻ്റ് വെരിഫിക്കേഷൻ, റിട്ടൺ ടെസ്റ്റ്, അതുപോലെ തന്നെ പേഴ്സണൽ ഇൻ്റർവ്യൂ, ഇങ്ങനെയാണ് ഇതിൻ്റെ സെലക്ഷൻ പ്രോസസ്സ് നടക്കുന്നത്. ഇതിലേക്ക് അപേക്ഷ നൽകേണ്ടത് ഓൺലൈൻ വഴിയാണ്. അപേക്ഷിക്കേണ്ട അവസാന തീയതി വരുന്നത് ജൂലൈ 31, 2024 അപ്പോൾ എല്ലാവരും ശ്രദ്ധിക്കുക. ഈ ഡേറ്റിന് മുൻപ് തന്നെ അപേക്ഷ നൽകാൻ താല്പര്യമുള്ളവർ അപേക്ഷ നൽകേണ്ടതാണ്. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും മറ്റൊരാളിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും മറന്നു പോകരുത്. അതുകൂടാതെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്യുക. എന്നാലേ ഞങ്ങൾ പോസ്റ്റ് ചെയ്യുന്ന പുതിയ വീഡിയോസ് നിങ്ങൾക്ക് തത്സമയം ലഭിക്കുകയുള്ളൂ. അപ്പോൾ അടുത്ത വീഡിയോ വീണ്ടും കാണാം.